എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ചെറുതേനീച്ചയുടെ കൂടൊരുക്കുന്ന വിദ്യയാണ്. നമ്മുടെ വീടിൻ്റെ സ്വിച്ച് ബോർഡ്, അതുപോലെ തന്നെ വീട്ടിനടുത്തുള്ള തെങ്ങ്, കവുങ്ങ്, മറ്റു ഉണങ്ങിയ മരങ്ങളിലൊക്കെ നമുക്ക് ചെറുതേനീച്ചകളെ കാണാൻ പറ്റും. ഈ ഈച്ചകൾ നമ്മൾ നോക്കിയാൽ അറിയാം, അവിടെ കൂട് കൂട്ടിയിട്ടുണ്ടാവും. ഇത്തരം ഈച്ചകളെ നമുക്ക് ഈസി ആയിട്ട് കൂടിലേക്ക് മാറ്റാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇന്നത്തെ ഇതിൽ കാണുന്നത് ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിലുള്ള ചെറുതേനീച്ചയെ മറ്റൊരു പെട്ടിയിലേക്ക് മാറ്റുന്നതാണ്. ഈ കാണുന്നതാണ് മെഴുക്. എല്ലാ പെട്ടികളിലും ഇതുപോലെ മെഴുകുണ്ടാവും. ഇത് ചെറിയ കൂടായതുകൊണ്ട് മെഴുക് വളരെ കുറവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഒന്ന് പൂമ്പൊടി, റാണി മുട്ട അല്ലെങ്കിൽ ഇതിൻ്റെ മുട്ട, തേൻ എന്നിങ്ങനെയൊക്കെ ഈ പെട്ടിക്കകത്തുണ്ടാവും. ഇത് ചെറിയ കൂടായതുകൊണ്ട് അത് കൂടുതൽ ഈച്ചയും അതുപോലെ തന്നെ കൂടുതൽ മുട്ടയൊന്നുമില്ല. നമുക്ക് ചെറിയൊരു മുട്ട മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ നോട്ടുകൾക്കിടയിലൊക്കെ ഈച്ചകളുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഇത് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റുന്നത്. പൂമ്പൊടി അല്ലെങ്കിൽ ഇതിൻ്റെ തേനൊക്കെ ഇതിനകത്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നോരോന്നായി എടുത്തിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈച്ച ചത്തു, അതുപോലെ തന്നെ തേനൊക്കെ പൊട്ടി ഇതാവും. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും റാണി ഈച്ച. കണ്ട, ഈ വലുതാണ് റാണി ഈച്ച. എല്ലാ കൂടുകളിലും ഒരു റാണി ഈച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. റാണി മുട്ടകളുണ്ടാവും. ആ റാണി മുട്ടകളുണ്ടെങ്കിൽ നമുക്ക് കൂട് വിരിക്കാൻ എളുപ്പമാണ്. ആ റാണി മുട്ടയും അതുപോലെ തന്നെ കുറച്ച് മെഴുകും കുറച്ച് തേനൊക്കെ എടുത്ത് നമ്മൾ വേറെനകത്ത് വെച്ച് നമുക്ക് വേറൊരു കൂടും കൂടി പിരിക്കാം. പക്ഷേ ഇതിനകത്ത് ഒരു റാണി ഈച്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭണ്ഡാരത്തിനകത്ത് എത്ര ഉണ്ടായത് മൊത്തം നമ്മൾ എടുത്തിട്ട് ഇതിനകത്ത് മാറ്റുകയാണ്. 12x4 സൈസിലുള്ള പെട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. തേക്കിൻ്റെയാണ് പെട്ടി. അപ്പോൾ ഇതുപോലുള്ള 2 പെട്ടികൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പെട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പൂമ്പൊടിയും മുട്ടയും അതുപോലെ തന്നെ തേനൊക്കെ വെച്ചു. ഇനി ഇതിന് പാക്ക് ചെയ്യാമെന്ന് മാസ്കിൻ ടേപ്പ് അല്ലെങ്കിൽ മറ്റു